ഇവിടെ ഈ കവാടം തകർത്ത്, ഈ മാലകൾ മുഴുവൻ അങ്ങാടിയിൽ തള്ളിയിട്ട്, ഞങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ തകർത്ത്. നീ എന്തേ മനസ്സിലാക്കിയത്? എടാ, നീ ഹലാലിൽ പിറന്നവനല്ല. ഹലാലിൽ നീ ജനിച്ചവനാണെങ്കിൽ, ഒരു ഹലാലായ ഒരു നിക്കാഹിൽ നീ ജനിച്ചവനാണെങ്കിൽ നീ അത് ചെയ്യുകയില്ല. നിനക്ക് തന്തയില്ല എന്നതാണ് സത്യം. എടാ, ഇരുട്ടത്ത് എന്തൊക്കെ ചെയ്യാനാവും? ഇരുട്ടത്ത് എന്തൊക്കെ ചെയ്യാനാവും? ഈ മൈക്കിലൂടെ പറയുമ്പോഴും ഇത് ഈ ലോകത്തൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പേടിച്ചിട്ട് ഞാനിപ്പോ പറയുന്നില്ല. ഇവിടത്തെ APCനെ തകർക്കാൻ നിന്റെ ഞാൻ പറയും. ഇപ്പൊ അത് മനസ്സിലാക്കിയത്. ഇതിപ്പോ ഒരു ചെറിയ മാലകെട്ട് തള്ളിട്ട് അത് കഴിഞ്ഞ് ഈ രാമനാട്ടുകരയിൽ ഒരു സുന്നി പള്ളിയുടെ നേരെ ഒരു സുന്നി പണ്ഡിതൻ എതിരിൽ പ്രസംഗിച്ചു. നോക്കിക്കോളൂ, ഓരോരുത്തരും വളം വെച്ചു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു ആ പള്ളി അതും മസ്ജിദ് വേറാറും സമാണ് എന്ന് പറഞ്ഞു. ഒരു സുന്നി പണ്ഡിതന്റെ മറ്റൊരു സുന്നി പണ്ഡിതന്റെ പള്ളി. വിദേഹത്തേറെ പള്ളിയാണെങ്കിൽ ഇമാം ഷീഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് മസ്ജിദ് വേറാറിന്റെ വിധിയാണ്. പക്ഷെ സുന്നി പള്ളിയെ പറ്റി അങ്ങനെ പറഞ്ഞില്ല. എന്നിട്ട് അവിടെ നിസ്കരിക്കാൻ പോയത് എന്തുണ്ടായി? അത് കേട്ട് എന്റെ അടിയിൽപ്പെട്ട ഒരു വക്കീൽ വന്ന് എന്തോ ചെയ്യും. സുബ്ഹാനല്ലാഹ്, അതിന്റെ ഹൗല് പള്ളിയുടെ മുകൾ ഭാഗത്താണ്. അവിടുത്തെ മുദരിസായ ഉസ്താദ് ഒരു ദിവസം ചെന്ന് നോക്കുമ്പോ ഉദ്ഘാടനത്തിന്റെ ദിവസം വെള്ളം ഹൗലിലേക്ക് വിട്ടിട്ടില്ല. ഇതിലേക്ക് ചാടിച്ചിട്ട് നേരം കൊടുക്കുമ്പോ ഹൗലിക്ക് കൊടുക്കുന്നതിന് മുമ്പ് മുകളിലൊന്ന് പോയി നോക്കാൻ ഔലിയാക്കന്മാര് തോന്നിപ്പിച്ചത് എനിക്കൊന്ന്. ചെന്ന് നോക്കുമ്പോ ഏകദേശം ഒരു 5 കിലോ കാട്ടം പൊതിഞ്ഞിട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കോ, ആ വെള്ളം ആകെ ശൂന്യമായി, ഒന്നിനും പറ്റാതെ. ഇതൊക്കെയാണ് മാന്യത. ഒരു കൂട്ടരുടെ പിന്നെ മാല തകർത്തതുകൊണ്ട് ഇവിടെ ആശയം തകർക്കാൻ കഴിയുമോ? ഓരോരുത്തരും മനസ്സിലാക്കിയതല്ലത്. അല്ലാഹു ആ തകർത്ത കയ്യിന് തിക്തമായ പ്രതിഫലം നൽകുമാറാകട്ടെ, തിക്തമായ ശിക്ഷ നൽകുമാറാകട്ടെ. ആ കൈ കൊണ്ട് അവൻ തന്നെ ആ തകർക്കാൻ ആരൊക്കൊരുമിച്ച് കൂടിയോ അവര് മുഴുവൻ തമ്മിൽ ആ കൈ കൊണ്ട് അതിനെ കുത്തിക്കീറിയതുപോലെ കുത്തിക്കീറുന്നത് കാണാൻ അല്ലാഹു വിധിക്കുമാറാകട്ടെ. അവന്റെ ആ കയ്യിൽ അല്ലാഹു മരിക്കുന്നത് വരെ ബറക്കത്ത് കൊടുക്കാതിരിക്കട്ടെ. അവൻ ആ കൈ കൊണ്ട് എല്ലാ മുസീബത്തിലും അവൻ പെടുമാറാകട്ടെ. അവന്റെ ജീവിതം മുഴുവനും അല്ലാഹു തുറക്കട്ടെ. മുത്തുനബിയുടെ പേര് ഞങ്ങളുടെ ബോർഡിലോ ഞങ്ങളുടെ ഗേറ്റിലോ എഴുതിയിട്ടുണ്ടെങ്കിൽ ആത്മീയത കൊണ്ട് എഴുതിയതാണെന്ന് മനസ്സിലാക്കി വെച്ചോ. അതിന് പവറുണ്ട്, അതിന് റസൂലുള്ളാഹി തങ്ങളുടെ പിന്തുണയുണ്ട്. അത് മുഴുവൻ നിന്റെ നെഞ്ചിലാണ് അടിയുക എന്ന് നീ മനസ്സിലാക്കിക്കോ. നീ മനസ്സിലാക്കി വെച്ചത് ചെറിയ കേസാണെന്നാ അന്റെ കപകമല്ലത്. ഞങ്ങളൊരു ഫ്ലക്സ് വെക്കുകയാണെങ്കിൽ ബിസ്മി എഴുതിയിട്ട് ബിസ്മി എഴുതിയിട്ട് വെക്കുക. ഇതിനെ തകർക്കുമ്പോഴേ അത് തട്ടുന്നത് വേറെ സ്ഥലത്താണ് ഈ കാണും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നീ ഇവിടെ ജീവിക്കുമല്ലടാ, കാണുന്നത്. ഇത്രേ നമ്മൾ പറയുന്നത്. വഹാബിയായാലും വേണ്ടിയില്ല, സുന്നിയായാലും വേണ്ടിയില്ല, ഏത് സൈസായാലും വേണ്ടിയില്ല. ഞങ്ങൾക്ക് ആരെയും അറിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുള്ളൂ. ഞങ്ങൾ ഇന്ന് വരെ ഒരു നോട്ടീസ് കീറാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പ്രസംഗിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ സമ്മതിക്കൂല. ഇവിടെ നിയമത്തിന്റെ പിന്നിൽ നിന്ന് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒക്കെ ഇന്നത്തെ പരിപാടി ഇവിടെ നടത്താൻ വേണ്ടി എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയി. ഞങ്ങളോട് നിയമപാലകർ പറഞ്ഞു ഒരാഴ്ചക്ക് മുമ്പ് നിങ്ങൾക്ക് പെർമിറ്റ് തരുള്ളൂ. ഞങ്ങൾ നിയമത്തിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു. പിന്നെ ചെല്ലുമ്പോൾ ഒരു കൂട്ടി അന്നൊക്കെ പെർമിറ്റ് എടുക്കാതില്ല. ഈ നാട്ടിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ജീവിക്കണ്ടേ സഹോദരന്മാരെ? നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ഖണ്ഡിക്കാറുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങൾ ഖണ്ഡിക്കാറുണ്ട്. ഞങ്ങളുടെ ഭാഷകളും നിങ്ങളുടെ ഭാഷകളും സമൂഹം കേൾക്കാറുണ്ട്. അതൊക്കെ അവനവന്റെ ആശയങ്ങളുടെ സ്പിരിറ്റുകളാണ്. അതല്ലല്ലോ വിഷയം. ഈ നാട്ടിൽ ജീവിക്കുന്നില്ലേ നിങ്ങൾ? ഇതോടുകൂടെ കഴിഞ്ഞോ? ഈ നബിദിനത്തോടുകൂടെ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞോ? നിങ്ങൾക്ക് അന്ന് തന്നെ ബാലുശ്ശേരി ഇവിടെ കൊണ്ടുവരുന്നൊരു നിയമം, നിങ്ങളുടെ നേതൃത്വത്തിന് നിങ്ങളുടെ അണികളെ തളയിടാൻ കഴിയില്ലെങ്കിൽ തളയിടാൻ പറ്റിയ സുന്നി മക്കൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തോ? നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? നമ്മെപ്പോലുള്ളവരെ ക്ഷമിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അണികൾ ക്ഷമിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാരെ പറ്റി അറിയില്ല. വേദനിപ്പിച്ചു.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അതാ അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ ഖൈബറിലേക്ക് വന്നപ്പോൾ അലി തങ്ങൾ ചെങ്കണ്ണ് പിടിച്ചിട്ട് കണ്ണ് തുന്നിക്കെട്ടിയിട്ടാണ് വരുന്നത്. എന്റെ അലി കണ്ണിന് ചെങ്കണ്ണ് പിടിച്ചിരിക്കുന്നു, ഞാൻ നിർത്തുന്നു. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ റബീഉൽ അവ്വൽ 12 കുട്ടികൾ കലാപരിപാടി നടത്തിയത് അല്ലാമ ദഹബി തന്റെ താരീഖുൽ ഇസ്ലാമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വഹാബിയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് മദീനത്താണ് നടന്നത്. അതൊരു തിങ്കളാഴ്ചയാണ് നടന്നത്. റബീഉൽ അവ്വൽ 12 നടന്നത്. ഇത് മൂന്നും അത് വഹാബിയുടെ മദ്രസയിൽ 3ാം ക്ലാസ്സിലാണ് തോന്നുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് തിങ്കളാഴ്ചയാണ് നടന്നത്, റബീഉൽ അവ്വലാണ് നടന്നത്, മദീനത്താണ് നടന്നത്, മുത്തനബിന്റെ മുമ്പിലാണ് നടന്നത്. കുട്ടികളാണ് ചൊല്ലിയത്, പാട്ടാണ് പാടിയത്, ദഫാണ് മുട്ടിയത്. ഇല്ല എന്നൊരു വഹാബി പറയട്ടെ. അതുകൊണ്ട് കുട്ടികളെ പരിപാടി റസൂലുള്ള നിന്ന് കേട്ടതാ, നമ്മളും നിന്ന് കേൾക്കണം, അല്ലെങ്കിൽ ഇരുന്ന് കേൾക്കണം. അതിനായിട്ട് നമ്മൾ വന്നതാ. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാവൂ. പിന്നെ നമ്മുടെ ഷാദുലിയ, അതുപോലെ തന്നെ റിഫാഴിയ അർവണകളുണ്ട്. അത് കലകളാണ്. അതൊക്കെ ഇസ്ലാം അതിന് വലിയ കൂലി സ്വർഗം തരുന്നു നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ നന്മകളാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ കാലത്ത് മഖ്ദൂമിന്റെ പാട്ടിൽ കാണാം, നടുവിഞ്ഞി തല രണ്ടും വിരിഞ്ഞുള്ള കൂപത്തി ഹറാമുൻ അതല്ലാതുള്ള മുട്ടും വബാറത്തി ഗദഫിൻ മലൈബാരിൻ വഗൈരിൻ കഅറവണ. നടുവിഞ്ഞി തല രണ്ടും പിരിഞ്ഞുള്ള കൂബ ദുടി അത് ഹറാമാണ്. അതല്ലാതുള്ള ദഫ്, അറവണ ഇതൊക്കെ ഒരു തെറ്റുള്ള കാര്യമല്ല. സന്നഹുൽ ബഗ്വിയു അത് മൗലിദാഘോഷങ്ങൾ, ആഘോഷവേദികളിൽ, മുസ്ലിം ആഘോഷങ്ങളിൽ അത് മുട്ടുന്നത് സുന്നത്ത് കർമ്മമാണെന്ന് ബഗവി ഇമാം പറഞ്ഞു എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി തുഹ്ഫയിൽ ഉദ്ധരിക്കുന്നു. സുന്നത്താണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വേദികളിൽ, സന്തോഷ പ്രകടനങ്ങളിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയുടെ തലമുകളിൽ അതാ ദഫ് മുട്ടാൻ ഒരു സ്ത്രീ നേർച്ചയാക്കിയത് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മുത്തുനബി തങ്ങളുടെ ചെല്ലുന്ന ഒരു സദസ്സിൽ കുട്ടികൾ ദഫ് മുട്ടിയത് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തത് കാണാം. മുത്തുനബി ദഫ് മുട്ടാൻ പറഞ്ഞത് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അത് വലിയ ഖുർആനോദന കൂലുണ്ടെന്ന് നമുക്ക് വാദമില്ല. പക്ഷേ അതൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്ന കലകളാണ്. അത് എതിരേറ്റ് പോകുന്ന നേരത്ത് അഹീമുട്ടണം മടിക്കാതെ എടുത്തോലി ഹൈബത്തി. മഖ്ദൂമിന്റെ പാട്ടാ. പണ്ഡിതന്മാരുമായി ഒരു സംഘം പോകുമ്പോൾ അതിൽ മുട്ടിക്കൊണ്ട് പോകുന്നത് നല്ലതാകുന്നു. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ എടുത്തുപോയിന്നേ ഉള്ളൂ. കലകളൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ കലകൾ കൂടിക്കാതെ കലാതന മേത്തുള്ള ആകെ പ്രശ്നങ്ങൾ കൂടിയിരിക്കാന്നല്ലാതാണ്ട് മറ്റ് കലകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. 90% നഷ്ടപ്പെട്ടു പോയി. സാഹിത്യങ്ങളും കലകളൊക്കെ കുറെ പോയി. ഇപ്പൊ നാളിനോട് ഒരാളെ പറ്റി ഇപ്പം പ്രാസ് ഒപ്പിച്ചൊന്നും പാട്ട് ആരും പാടലില്ല. പ്രാസ് ഒപ്പിച്ചൊന്നും അതിനൊക്കെ ഒരു വലിയ വിലയൊന്നുമില്ല. കാരണം അത് ആർക്കും വയ്ക്കൂല. അതാണ് സംഭവം. പ്രാസ് ഒപ്പിച്ച് അത് പ്രാസ് ഒപ്പിച്ചൊന്നും ഇപ്പൊ അതിനൊന്നും ഇപ്പൊ ആർക്കും ഒരു വില ഇല്ല. ഞാൻ പറഞ്ഞു ആർക്കാ വയ്ക്കൊണ്ടുന്നില്ല. ആർക്കാണ് സാധിക്കാം. വൈകുട്ടി വേദിയിലുണ്ടായിരുന്നു, നമ്മുടെ പിന്നെ അരീക്കാട് മല്ലാക്കുണ്ടായിരുന്നു, താനൂരിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചാലിയത്തുണ്ടായിരുന്നു, പരപ്പനങ്ങാടിയിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു 10-15 ഗായകന്മാർ, നിമിഷക്കവികൾ, മലയാള കവികൾ കഴിഞ്ഞു പോയി. അവരുടെ പാട്ട് തന്നെയാണ്. അവര് മലയാള കവികൾ തന്നെയാണ്. എന്താ നമ്മളെ പിന്നെ അരീക്കാട്ടെ മല്ലാക്കാന്റെ ഒക്കെ പാട്ട് സുബ്ഹാനല്ലാഹ്, എന്തെന്ത് പാട്ടാണ്. പാടിയാൽ ഇങ്ങനെ പ്രാസങ്ങളില്ലാത്ത ഒരു വരിയും അതിലില്ല. അക്ഷരങ്ങൾ മടങ്ങി വന്ന വരികൾ മാത്രം. നെഞ്ചാകെ തേറവേ അഞ്ജലിനാലാവൻ ഹഞ്ചർ വീളുന്തിടലായി നിത്യോം എന്നെ ഇരത്തിടുമെണ്ട് നിനത്തുടനെ മണ്ടിടലായി. ആയ സമയത്തിൽ ജിയം ഓരോച്ചയിൽ കായം വീളുണ്ടാവൻ താൻ ലങ്കി ബീലങ്ങൾ കുതുങ്ങി കുലുങ്ങി കുതുങ്ങി കുലുങ്ങി നിണ്ടാ. പിന്നെങ്ങനെ ഭാഗ്യം കിട്ടൂല. ഹൈബർ എന്താ അത് നമ്മളെ അരീക്കാട്ടെ മല്ലാക്കാരുടെ വരികൾ. ആ വരികളെ സംബന്ധിച്ച് എന്തുമാതിരി പറയാനുണ്ട്.
അതിന്റെ ഓരോ പ്രയോഗങ്ങളെ സംബന്ധിച്ച് സാത്തിൽ കൂടിയിലെമ്മിന് മീത്തൽ പുകിന്തൊരു രാത്രിയിൽ ബന്ധേ വേറെ സത്താരേണത്തിനും വിത്തായുദിത്ത് അമൈത മുഹമ്മദരേ. ആ കൊല്ലരുത് എങ്ങനെ ബാദൻ ആയുസാകറ്റാമൻ കാത്തിടുവീൻ തരിലുത്താറി വിത്തിടും പാർത്തിടുവീ. ഹൈബറ ബദറു ഹൈബറൊക്കെ എന്ത് രസമുള്ള കാലം. ഞാൻ അങ്ങനെ ചിന്തിക്കും, പടച്ചോനെ അങ്ങനത്തെ ഒരു വരി എഴുതാനാണില്ല. ഞാൻ ഇപ്പൊ ഈ കൊല്ലം റസൂലുള്ളാഹിന്റെ ഒരു മത എഴുതാൻ വേണ്ടി ഈ ജൂണിൽ ഒരു വരി എഴുതി നോക്കി. അല്ല വട്ടുണ്ട്, ആനും വയലും കൂടി മത്സരിച്ച വയലുണ്ട്. ഞാൻ പാടിത്തരാം. ഇതേ ജൂണില് ആലമ്പാടക്കുവാനാദ്യം പാടച്ചുള്ള ആനന്ദ ആമുഖമേ ആരും കാനിയാത്തോനാകെ ആശിക്കുമ ധീരൻ പോലാമുഖമേ ആനേനെ രാജന്റെ അജമിൽ കുടുങ്ങിയ അജമിൽ കണക്കി വേണേ ആനേനോ മഞ്ഞേനോ മാകുന്ന മുമ്പെന്നിൽ കൈതേരു പൊൻപാവനെ. കേൾക്കണവർക്ക് പച്ചക്കൊച്ചായിട്ടുണ്ട്, പക്ഷെ ഇത് സംഗതിക്ക് സംഗതിയാവൂല. അതിന്റെ സാഹിത്യ ശൈലി മല്ലാക്കന്റെ 101 പോലും എന്റെ വരികളിലില്ല. മുത്തുനബിയോട് സങ്കടം പറഞ്ഞിട്ട് ഫലം കിട്ടിയത് കിട്ടും. നമ്മൾ ബന്ധപ്പെടൂ, നമ്മുടെ വിഷമങ്ങൾക്ക് ബന്ധപ്പെടൂ, രോഗങ്ങൾക്ക് ബന്ധപ്പെടൂ. ഫലങ്ങൾ അനുഭവിക്കുന്നവർ ഇപ്പോഴും നമ്മുടെ നാട്